മധ്യ കേരളത്തിലേക്ക്, മധ്യ തിരുവിതാംകൂറിലേക്ക്, മാവേലിക്കരയിലേക്ക് ഒന്ന് വരികയാണ്. മാവേലിക്കരയിൽ കഴിഞ്ഞ തവണ കന്നി MLA ആയ MS അരുൺകുമാറിന്റെ പ്രകടനം എന്താണ് എന്ന് നോക്കാം. അരുൺകുമാറിനെ, മാവേലിക്കരക്കാർ അരുൺകുമാറിനെ എങ്ങനെ റേറ്റ് ചെയ്യുന്നു? 82%. 82 അദ്ദേഹത്തിന്റെ സ്കോർ. 82.69. യുവ MLA, ആദ്യ കന്നി MLA MS അരുൺകുമാർ 82.69. Such a fantastic performance, അല്ലേ? വളരെ ജനകീയനാണ്. എല്ലാ വിഭാഗം ആൾക്കാരും. അതായത് കേരളത്തിലെ 140 MLA-മാരുടെ റാങ്കിംഗ് എടുത്താൽ ജനകീയതയിൽ 2ാം സ്ഥാനത്താണ് മാവേലിക്കര MLA MS അരുൺകുമാർ. അതെ, വളരെ ജനകീയനാണ്. എല്ലാ വിഭാഗം ആൾക്കാർക്കും വളരെ രാഷ്ട്രീയ എതിരാളികൾ പോലും മികച്ച മാർക്ക് കൊടുത്ത ഒരു MLA ആണ്. മണ്ഡലത്തിൽ വളരെ സജീവമാണ്. അന്ന് ഈ MS അരുൺകുമാറിന്റെ പ്രചരണമൊക്കെ നടക്കുമ്പോൾ MS അരുൺകുമാർ ജീവിച്ചു വന്ന, വളർന്നു വന്ന സാഹചര്യം വളരെ ഒരു സാധാരണയിൽ നിന്നും താഴ്ന്ന അങ്ങനെ ഒരു രീതിയിൽ വന്നു. പക്ഷേ MS അരുൺകുമാറിന് ഈ മാർക്ക് കിട്ടാൻ മറ്റൊരു ഘടകം പൊളിറ്റിക്കലി LDF വലിയ അടിച്ചുള്ള മണ്ഡലമാണ്. അതെ, പഴയ പന്തളത്തിന്റെ പുനർനിർണയത്തിന് ശേഷം പൊളിറ്റിക്കലി വലിയ അടിച്ചുള്ള പഴയ മാവേലിക്കര അല്ല, പുതിയ മാവേലിക്കര. അപ്പം ലോക്സഭയിൽ ലീഡ് ചെയ്യുന്ന, ലോക്സഭയിൽ C അരുൺകുമാറും ചിറ്റയം ഗോപകുമാറും വരെ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ ലീഡ് ചെയ്ത മാവേലിക്കര. അപ്പം പൊളിറ്റിക്കലി ലെഫ്റ്റിന് വലിയ ഉള്ള മേൽക്കൈ പ്ലസ് അരുൺകുമാർ പ്രവർത്തനം. അപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ അഭിപ്രായം. അവർക്കിടയിൽ ആവറേജോ അല്ലെങ്കിൽ പോരാന്നുള്ളതല്ല, അവർക്കിടയിൽ വലിയ അഭിപ്രായമാണ്. അപ്പം അണികളെ കൂടെ നിർത്താൻ വലിയ അരുൺകുമാറിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അരുൺകുമാറിന്റെ മാർക്ക് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത 2ാമത്തെ 80 സ്കോറിലെത്തിയ ഒരാളാണ് അരുൺകുമാർ. അരുൺകുമാർ ഇങ്ങനെ സ്കോർ ചെയ്യുമ്പോൾ അത് മണ്ഡലത്തിൽ രാഷ്ട്രീയമായിട്ട് അങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നോക്കാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? മാവേലിക്കരയിൽ LDF 55.76, 25.98, 18.26. UDF എന്തുകൊണ്ടാണ് മാവേലിക്കരയിൽ ഇത്രയും പുവറായിട്ട് പെർഫോം ചെയ്യുന്നത്? സർപ്രൈസിംഗ്. സമീപകാല തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഇതൊക്കെ തന്നെയാണ് അതിന്റെ ഹിസ്റ്ററി. കാരണം കലാശാല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ R രാജേഷ് 38,000 വോട്ട് നയിക്കുന്നു. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണയായിരുന്നു കലാശാല പഞ്ചായത്ത്. അതിന് മുമ്പ് KK ഷാജു. ആ സമീപകാലങ്ങളിൽ അവിടെ പാറ്റേണാണ്. അവിടെ UDF ദുർബലമായി പോയി. അവിടെ UDF ദുർബലമായി പോയി. BJPക്ക് വളർച്ചയുണ്ട്. 18.26 BJP. 29% മേൽക്കൈ എന്നൊക്കെ പറയുന്നത് 30% ഏകദേശം 40,000 വോട്ടിനടുത്ത് MS അല്ല, 82.2% ആള് മാർക്ക് 200 പേരെ കണ്ടപ്പോൾ 82 മാർക്ക് കിട്ടണമെങ്കിൽ എല്ലാവരും 9, 8, 10 കൊടുക്കണം. മാർക്ക് കൊടുക്കണം. എന്നാലേ 9, 10 തന്നെ കൊടുത്താൽ മാത്രമേ 82-ലേക്കൊക്കെ എത്താൻ പറ്റൂ. അപ്പം ഒരു ആന്റി ഇൻകംബൻസി ഒന്നും ആ മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥിക്കും ഇല്ല. അവിടെ ഇനി സ്റ്റേറ്റ് ലെവൽ 140 MLA-മാരിൽ 2ാം റാങ്കിലാണ് MS അരുൺകുമാർ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 1ാം റാങ്ക് ആര് എന്നുള്ള സംശയം അല്ലെങ്കിൽ ചോദ്യം ബാക്കിയാവാണ്. അതൊക്കെ ഇനിയും കൂടുതൽ റിസൾട്ട് വരുമ്പോ അറിയാൻ